അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അൽഹംദുലില്ലാ, ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പറമ്പിൽ ബസാറിനടുത്തുള്ള ഗൾഫ് ബസാർ അല്ലേ, പറമ്പ് കടവ് പറമ്പിൽ പള്ളീൻ്റെ അടുത്ത് ഞങ്ങൾ ഉസ്മാനിക്കാനെ കാണാൻ വേണ്ടി വന്നതാണ്. വെള്ളായിക്കോട് ഉസ്മാനിക്കാനെ കാണാൻ വേണ്ടി വന്നതാണ്. അൽഹംദുലില്ലാ, എൻ്റെ സുഹൃത്ത് യൂസുഫ് ഉസ്താദാണ് ഈ നാട്ടിൽ ജോലിയെടുത്ത മലപ്പുറം ജില്ലയിലുള്ള യൂസുഫ് ഉസ്താദ് എന്ന് പറയും. ഓരാണ് എനിക്ക് ഇവരെക്കുറിച്ച് പറഞ്ഞു തന്നത്. അൽഹംദുലില്ലാ, CM വലിയുല്ലാഹിയെയും അതുപോലെ തന്നെ മിലിറ്ററി പാപ്പാന ഒരുപാട് മഹാന്മാരെ ഹയാത്ത് കാലത്ത് കാണാനും ബന്ധപ്പെടാനും ഒക്കെ ഭാഗ്യം കിട്ടിയ ഒരാളാണ് നമ്മുടെ ഉസ്മാനിക്ക. പ്രത്യേകിച്ച് CM വലിയുല്ലാഹിയെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കാഫില ഇവരെ വീട്ടിലേക്ക് എത്തിയത്. എന്തായാലും കാഫിലയോടൊപ്പം ഉസ്മാനിക്കയാണ് ചേരുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും മടവൂർ ശൈഖുനായുടെ പൊരുത്തവും മദതും ഇഫ്ളും അള്ളാഹു തരട്ടെ. പ്രത്യേകിച്ച് ഈ പരിപാടിയെ സഹായിക്കുന്നവർക്ക് അള്ളാഹു വലിയ ബർക്കത്ത് നൽകുമാറാകട്ടെ. എന്തൊക്കെ വർത്താനം, റാഹത്തല്ലേ? അൽഹംദുലില്ലാ. ഉസ്മാനിക്ക ഒരുപാട് മഹാന്മാരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാം നമുക്ക് അറിയണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഏതായാലും CM വലിയുല്ലാഹിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഞാൻ എത്തിയത് എൻ്റെ അമ്മോൻ EK അഹമ്മദാജിൻ്റെ കൂടാണ്. ഫസ്റ്റിലെത്തുന്നത് ആരാ? EK അഹമ്മദാജി മുറ്റിച്ചൂര്. EK അഹമ്മദാജി മുറ്റിച്ചൂര് കേട്ടിട്ടുണ്ട്. മൂപ്പരെ പിന്നെ സംസുലനമൻ്റെ 5ാമത്തെ ആളാണ്, 5ാമത്തെ അഞ്ചനാണ്. മൂപ്പരാദ്യം പിന്നെ ദർശനം നടത്തിയത് ഉമർഖാലിൻ്റെ നാട്ടിലാണ്, ആ കടപ്പുറ ഏരിയയിൽ. ഉമർഖാലിൻ്റെ അവിടെ വെളിയങ്കോട്. അത് മൂപ്പര് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. മൂപ്പരപ്പുറം ഞാൻ അവിടെ നിന്ന് പോണ്ടി വന്നു. അപ്പോൾ പറഞ്ഞതാ ഇവിടെ ചേട്ടാ ഞാൻ ആദ്യം ദർസ് പള്ളിയിൽ നിന്നത്. പിന്നെ കുഞ്ഞിക്കാന്ന് പറഞ്ഞാൽ മുറാദിനെ കൊണ്ടാ മൂപ്പരേട്ടന് ദാരിമിൻ്റെ വാപ്പ. മൂപ്പര് പറഞ്ഞിട്ടാണ് ഞാൻ മുറ്റിച്ചൂരേക്ക് പോയി. മുക്കാക്ക പറഞ്ഞിട്ടാണ് ഞാൻ മുറ്റിച്ചൂരേക്ക് പോയതെന്ന്. മുറ്റിച്ചൂരാണ് മൂപ്പര് അധ്യവിശ്രമം കൊള്ളുന്നത്, അഹമ്മദാജി. മൂപ്പരെ കൂടാണ് ഞാൻ ഫസ്റ്റിൽ CM വലിയുല്ലാഹിൻ്റെ അടുത്തെത്തുന്ന മൂപ്പൻ്റെ പുരയിലും കോഴിക്കോട്. അങ്ങനെ ഈ അഹമ്മദാജിയും സംസുലമ മറാജി ബലേയങ്ങോ CM വലിയുല്ലാഹിൻ്റെ അമ്മമാരമ്മ കുടുംബത്തിൽ കേട്ടിട്ടുണ്ട്. അമ്മമാരാണ്. എന്നപ്പോൾ അസം മുസ്ലിയാർ, ആലിക്കുട്ടി മുസ്ലിയാർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ CM വലിയുല്ലാഹിൻ്റെ ഉസ്താദുമാർ കൂടിയാണ് ദർസ് വകുപ്പിൽ. ഓർമ്മ ശരിയാണെങ്കിൽ ഉസ്താദാണ്. ആ സംസുലമ ഉസ്താദാണെങ്കിൽ വേണ്ടിയിട്ട് അസം മുസ്ലിയാരെയും അലിമലിയാരെയും എഴുത്താണ് മൂപ്പർ ദർസ് വകുപ്പിൽ ഓജിയെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ബാക്കിയുള്ള അള്ളാഹു അലാക്കും തർക്കിച്ച് പറയാൻ ഞാൻ ആളല്ല, ഞാൻ പറഞ്ഞു കേട്ടതാണ്. എൻ്റെ വാപ്പയൊക്കെ പറഞ്ഞു കേട്ടതാണ്. വാപ്പയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ വാപ്പ മരിച്ചത് 94. ഞാൻ അവരെ ഒരു പെങ്ങളെ മോനാ. CM വഫാത്തായതിന് ശേഷമാണ് ഉപ്പ മരിച്ചല്ലേ? 94. CM വലിയുല്ലാഹി വഫാത്തായത് വെള്ളിയാഴ്ച ജുമാൻ്റെ കുറച്ച് മുമ്പായിട്ട്. മൂപ്പൻ്റെ പുരയാണ് ഷവ്വാൽ 4. ഒരു വെള്ളിയാഴ്ച ആണ്. അസറോട് കൂടിയാണ് ജനാസ മടവൂരിൽ കൊണ്ടുപോകുന്നത്. ഒക്കെ ഞാൻ പങ്കെടുത്ത ആളാണ്. വൈലത്തൂർ യൂസുഫുൽ ബുഹാരിയാണ് മയ്യത്ത് കുളിപ്പിച്ചത്. യൂസുഫുൽ ബുഹാരി കുറേ ബന്ധമുണ്ട്. മൂപ്പര് കൊടുവള്ളി വരലുണ്ടായും യൂസുഫുൽ ബുഹാരി. ഞാനും ബന്ധമുണ്ട്. യൂസുഫുൽ ബുഹാരി ഞാൻ ബന്ധപ്പെടുന്ന അഹമ്മദാജിൻ്റെ കൂടെ തന്നെയാണ്, എൻ്റെ അമ്മോൻ്റെ കൂടെ തന്നെ. അങ്ങനെ ഞാൻ പോയി ഫസ്റ്റിൽ തന്നെ CM വലിയുല്ലാഹിനെ കണ്ട് എനിക്ക് കുറച്ച് പൈസ എന്തോ തന്നിക്കണം. അന്ന് അത്രയും എനിക്ക് വിവരമുള്ളൂ. ഫസ്റ്റിൽ പോയി കാണുന്നത് എവിടുന്ന? മൂപ്പൻ്റെ പുരയാണ് കോഴിക്കോട്. അങ്ങോട്ട് പോകാനുള്ള കാരണം മൂപ്പര് വിളിച്ചാൽ ഈ വാടകയൊന്നും പറഞ്ഞിട്ട് അഹമ്മദാജി നേരത്തെ പറഞ്ഞല്ലോ. അഹമ്മദാജി വിളിച്ചപ്പോൾ ആ പോക്ക് അങ്ങനെ മൂപ്പരെ കൂടെ പോയതാണ്. അപ്പം ഇതാരാണെന്ന് വെച്ച് മൂപ്പരോട് ഇന്ന അറിയില്ല. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഉപ്പര കയറുന്നതും ഉപ്പര ഇറങ്ങുന്നു ഉപ്പര ഇരിക്കുന്നു ഒക്കെ. അങ്ങനെ ഞാൻ അമ്മോനായിട്ട് മൂപ്പര് മുറ്റിച്ചൂർ പുരയിൽ ആളില്ലെങ്കിൽ ഞാനാണ് മൂപ്പര പുരയിൽ ഉണ്ടാക്കിയത്. പേടീൻ്റെ ഇതില്ലേ എന്താ വാങ്ങിക്കൊടുക്കാനും ആനും പോണ്ടിയിട്ട് പോകാനും ഇതുപത്തിന് വേണ്ടി അഹമ്മദാജിൻ്റെ പുരയിൽ ഇവിടെ ഞാൻ ഉണ്ടാവും. എന്നോട് പറഞ്ഞിട്ടാണ് പോവുക. അങ്ങനെ കുറേ കാലം ഓടിക്കണം. അങ്ങനെ ഇത് ആരെന്ന് ചോദിച്ച് CM വലിയുല്ലാഹി
അഹമ്മദ് ഹാജിനോട്. ഇതിൻ്റെ എളാപ്പൻ്റെ മോളെ മോനാണ്. എളാപ്പ എന്ന് പറഞ്ഞാൽ കാസീനാജി നടന്ന് ഹജ്ജ് ചെയ്ത ആളാണ് അക്കാലത്ത്. എന്നെ വെച്ചാൽ കല്യാണം കഴിച്ചു വെക്കാന്ന് പറയുന്നത് കേട്ടിരിക്കണം. 6 കൊല്ലം 6 മാസമായിട്ടും പിടിച്ചിരിക്കും തിരിച്ച് വരുമ്പോൾ. എന്നിപ്പോൾ ഇത് എൻ്റെ എളാപ്പൻ്റെ മോളെ മോനാണ്. അങ്ങനെ ഞാൻ പലവട്ടവും പോയിട്ടുണ്ട്. അനുഭവങ്ങൾ ഒന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. തന്നെയല്ല മൂപ്പര് നടന്ന് സുജൂദ് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായി. അതൊക്കെ ഞാൻ കണ്ടിരിക്കും. നടന്നെത്താൽ സുജൂദ് അങ്ങനത്തെ കാലം ഉണ്ടായിരുന്നു. അന്ന് ഷെയ്ഖുനയുടെ വേഷം അങ്ങനെയൊക്കെ തന്നെ. പിന്നെ താടി ഉണ്ടോ? താടിയൊക്കെ ആകുന്നല്ലോ. താടി അങ്ങനെ വലിയ താടിയൊന്നും ഇല്ല. ഇല്ലല്ല. മൂപ്പര് ആദ്യം തന്നെ ദർശനം നടത്തിയത് ഇവിടെ പുല്ലാളൂർ മൊച്ചക്കുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കുറ്റിപ്പുറം പള്ളി. അവിടെ കുറഞ്ഞ സമയം ദർശനം നടത്തിയിട്ടുണ്ട്. മൂപ്പര് കല്യാണം കഴിച്ചു അവിടെ നിന്നായിരുന്നു. ഒരു കല്യാണം കഴിച്ചു അതും അവിടെ നിന്നാണ്. അന്ന് പറപ്പൂർ തങ്ങൾ എന്ന് പറഞ്ഞൊരു തങ്ങളുണ്ട് പുല്ലാളൂർ. അക്കാലത്ത് മൂപ്പരാണ് ദർസ് ഉദ്ഘാടനം ചെയ്ത് കൊടുത്തതെന്നൊരു സംശയമുണ്ട്. എനിക്ക് ഉറപ്പ് പറയാൻ കഴിയൂല. എനിക്ക് അത്രേ വിവരമുള്ളൂ. മൂപ്പര് പറപ്പൂർ തങ്ങളാണെങ്കിലും കൂടിയിട്ട് സിദ്ദീഖ് പരമ്പരാണ് തങ്ങൾ എന്നാണ് വിളിക്കൽ. സിദ്ദീഖ് പരമ്പരാണ് തങ്ങൾ. മൂപ്പര് മക്കാമ പുല്ലാളൂർ തന്നെ തച്ചൂർത്തായ. മൂപ്പര് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ട് കഴിക്കുന്ന ആളാണ്. ലാസ്റ്റ് ചൊവ്വാഴ്ച. ആ ചൊവ്വാഴ്ച മൂപ്പര് ആണ്ട് കഴിച്ച് അന്ന് രാത്രി സുബൈന് മുമ്പായിട്ട് ലാസ്റ്റ് മൂപ്പര് ഒഫാത്താക്കുകയും ചെയ്ത്. അതിപ്പോൾ ഇപ്പം 2 കൂടി ഒപ്പരാ കഴിച്ചത്. അങ്ങനെ ഞാൻ എൻ്റെ അമ്മോൻ ഉമ്മറാജ് മരിച്ചു. അതും സയ്യം വലിയുള്ളാഹി ഹയാത്തുള്ളപ്പോഴാണ്. അതെ. അതിപ്പോൾ പല വട്ടവും ഞാൻ ഭക്ഷണമായിട്ട് ആണ്ടിൻ്റെ ഭക്ഷണമായിട്ട് ഞാൻ കൊല്ലത്താര കാറിൽ മൂപ്പൻ്റെ പോലെ പോയിട്ടുണ്ട്. സയ്യം വലിയുള്ളാഹി ചോറ് കൊടുക്കാൻ. ആണ്ടിന് ഭക്ഷണം കൊടുക്കാൻ പോയിട്ടുണ്ട്. എന്നെ പറഞ്ഞേക്കും ദാരിമി ഈ പോകണമെന്ന് പറഞ്ഞിട്ട്. 2 3 പോക്ക് ഞാൻ പോയിക്കുന്നത്. വണ്ടി കൊല്ലത്തുകാരുണ്ടാകുക. കാറ് കൊല്ലത്തുനിന്ന് ആൾക്കാർ വരുമല്ലോ, ഇഷ്ടംപോലെ വരലുണ്ട്. അങ്ങനെ ഒരു കൊല്ലം ലാസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. പോയപ്പം മൂപ്പൻ കയറാൻ സമ്മതിച്ചില്ല. മുകളിൽ കയറാൻ സമ്മതിച്ചില്ല. മൂപ്പൻ കയറാൻ സമ്മതിച്ചില്ല. എന്നാൽ പിന്നെ മൂപ്പന് തേച്ചായിട്ട് അറിയില്ല, ഒന്നും അറിയില്ല. ഞാനത് ഭക്ഷണം കഴിച്ചിട്ട് അപ്പുറം പോയിരുന്നു. ഒരു സമാധില്ല, ഞാൻ കയറൂല എന്നും പറഞ്ഞു. ഉടനെ വിളിച്ച് മൂപ്പര് പറമ്പക്കടയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടല്ലോ, അങ്ങോട്ട് വരാൻ പറയുന്നു. പറമ്പിൽ ബസാറിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടല്ലോ ഇങ്ങോട്ട് വരാൻ. അങ്ങനെ കയറി സലാം ചൊല്ലി കൈ പിടിച്ച് ഭക്ഷണം മൂപ്പരെ കൊടുത്ത് പോട്ടെ എന്ന് വെച്ചാൽ ഞാൻ പോയിച്ചോന്ന് പറഞ്ഞു. ഇതാ ഞാൻ ഹയാത്ത് ലാസ്റ്റ് ലാസ്റ്റത്തെ കഴിച്ച. അന്ന് 1 2 കൊല്ലം കഴിഞ്ഞ് നിൽക്കുന്ന കാര്യം വേറെ ആരും പറഞ്ഞൊന്നുമില്ല. വന്നില്ലല്ലോ. ഇല്ല, എനിക്കറിയാലോ മൂപ്പര് വിളിക്കുന്നുള്ളൂ. എനിക്കറിയുന്ന ആളല്ലത്. എനിക്കറിയുന്ന ആൾ ഒന്ന് അങ്ങനെ. മഷഹൂർ സിയം താര താര വന്നു